ആസനത്തിൽ ഊതുന്നതൊന്ന് അഭിനയിച്ച് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പേരോട് പറഞ്ഞതാണല്ലോ. നമ്മളെ പ്രസംഗത്തിന്റെ ആ ഭാഗവും മുറിക്കുക, ഈ ഭാഗവും മുറിക്കുക, എന്നിട്ട് നടുക്കത്തങ്ങിടുക, സ്ക്രീൻ കൊണ്ട് നടക്കണ്ട. അപ്പണികൾ ഇവിടെ ചെയ്തത്. ഞാൻ ആ പ്രസംഗത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജിന്ന് ശൈത്താൻ സിഗർ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പരിഹസിച്ചുകൊണ്ട് നാടകവും സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കല്ലേ. എന്നാ ഇതും കൂടി നിങ്ങളെ ശബാബിൽ വന്നതാണല്ലോ, ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ഒരാൾ നിൽക്കുക മറ്റോൻ ആസനത്തിൽ ഊതട്ടെ എന്ന് പറഞ്ഞിന്. ആസനത്തിലൂത എന്നൊക്കെ അത് ഹദീസിൽ വന്നതാ. ശൈത്താൻ നിങ്ങൾ ആസനത്തിലൂതും കീഴ്വായു പോയി എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നിസ്കാരത്തിൽ ഒസുവാസം ഉണ്ടാക്കാൻ വേണ്ടിന്ന്. അത് ശബാബിൽ വന്നപ്പോ മടവൂരികളെ ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കിന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് പറയാണ് സക്കരിയ സലാഹി പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ വിളിച്ചു. അതൊക്കെ സാധാരണ നിലക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനെ ചീത്ത പറയുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചീത്ത പറഞ്ഞതിനെ വെച്ചിട്ട് ഇയാൾ ന്യായീകരിക്കാണ്. ആയിഷ റളിയല്ലാഹുവിനോട് റസൂൽ എന്താ പറഞ്ഞത്? ആയിഷ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് നമുക്ക് സംശയമല്ല, അങ്ങനെ പറയേണ്ടതാണ് എന്ന് റസൂൽ സംഭവിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ സ്വാഭാവികമായും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണത്. അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായത്. അത് എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് മടവൂരികൾ പ്രസംഗിച്ചപ്പോ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഈ എളിയവനായി എനിക്ക് അതിൽ ദേഷ്യം വന്നു. അപ്പൊ പ്രസംഗിച്ചപ്പോ ഞാൻ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയുന്ന ആളല്ല, ഞാനിവിടെ പ്രസംഗിച്ചു, ഞാൻ വല്ല ചീത്തയും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കുപ്പിയിലാക്കാൻ ശ്രമിച്ചല്ലോ. അയാളുടെ പ്രസംഗത്തിൽ അയാൾ ഉപയോഗിച്ച ചില ചീത്ത വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് പറയാ ബുഷറൽ കരീമിലുണ്ട്. നിങ്ങൾക്ക് ബുഷറ തന്നെയാ വരുന്നത് കേട്ടോ, ബുഷറ തന്നെയാ വരുന്നത്, കരീമിന്റെ ബുഷറ തന്നെയാ വരുന്നത്. അതിന് ചില അര മുസ്ലിംമാർക്ക് ഇസ്തിബാബിന്റെ അർത്ഥം അറിയില്ല. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല, നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? പൈസ എടുത്തിട്ടാ പറയുന്നത്. ഇതുപോലത്തെ കാക്കമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കേടില്ല, അതാ എന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല, വിവരമില്ലാതെ മറമ്പറം പറഞ്ഞിക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. ഇത്തരം വൃത്തികെട്ടൊരു സാധനം. ഉളുപ്പില്ലേ കൊത്താൻ നടക്കുന്നവർ നിങ്ങളെ വിഡിത്തമല്ലേ, പൊട്ടത്തരമല്ലേ? കിതാബ് പിടിക്കാൻ അറിയോ? എന്നിട്ടല്ലേ കിതാബ് മനസ്സിലാക്കല്? കിതാബ് പിടിക്കാൻ അറിയോ മൗലവിമാർ? എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഇബ്ലീസിന്റെ പണിയാണ് പറ്റിക്കണം. നിങ്ങളെ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോടോ. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. മൗലവി അതാ ഞാൻ ചോദിച്ചു, എന്തും മാച്ചിലാക്കിട്ടാ വന്നത്? തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ മൗലവി. കിബിർ, മുനാഫിഖിന്റെ കിബിർ, വഞ്ചകന്മാരെ പിന്നാലെ കൊണ്ട എന്തൊരു ദജ്ജാല്. പഠിച്ചവനെ മസീഹുദ് ദജ്ജാൽ ഇയാൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തെറിയും മറ്റൊന്നും നമ്മൾ പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ഇവർക്ക്. അതിൽപ്പെട്ട ഒന്നാണ് കദ്ദാബ്, അതിൽപ്പെട്ട ഒന്നാണ് ദജ്ജാല്, അതിൽപ്പെട്ട ഒന്നാണ് ഹുസുബിനെ കൊണ്ടോന്നതിന്റെ അർത്ഥം മർക്കസ്. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറയില്ല. ഖുർആനിൽ പറഞ്ഞ വസ്തുവാണ്. ബാപ്പാനെയും വിളിക്കുമല്ലോ എങ്ങനെ? അത് ഖുർആനിൽ പറഞ്ഞ അറിഞ്ഞാണ്ട് വിളിക്കാൻ പറ്റുമോ? ഖുർആനിൽ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞ സ്ഥലത്തും സന്ദർഭത്തിലുമാണ്. അത് അള്ളേ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ സഹിതം ചില ആളുകളെ സംബന്ധിച്ച് പറയുമ്പോ കദ്ദാബുന്നും അതുപോലെ മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ഓതിയിട്ട് തന്റെ തെറിയ ന്യായീകരിച്ച ആള് ഇവിടെ വന്നിട്ട് സക്കരിയ സലാഹി പൊട്ടന്മാരെ, അത് മടവൂരി മൊല്ലകൾ ഉണ്ടാക്കിയതാ. അത് ഖുബൂരി മൊല്ലകൾ നക്കി തുടക്കുന്നു. മടവൂരി മൊല്ലകൾ ഛർദിച്ചത് അതാണ്, വേറൊന്നല്ല. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രസംഗത്തിൽ നിന്ന് ആശയപരമായി എതിർക്കാൻ കഴിയാത്തതുകൊണ്ട്
ഇയാളുടെ നാവ് അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരിലെവിടെ RSSകാരിലെവിടെ അയാളെക്കാളൊക്കെ മോശമാണ്. ഇത് നല്ല വർത്താന. നീ കേട്ടോളി, അയാളെ മറ്റൊരു നല്ല വയറ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ ബീജം പുറപ്പെട്ടിട്ട് കുളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? ആ പോത്തിനോട് ചോദിക്ക്, അന്റെ അള്ള ഭൂമിയിൽ ഇറങ്ങി കുടുങ്ങിയിട്ടുണ്ട്, വേപ്പെട്ട് കയറ്റാൻ വല്ല മാർഗം നോക്കിക്കോ മഹാൻ. ഈ എഴുതിയത് ശരിയാണോ? കേട്ടില്ലേ? അന്ന മാത്രമല്ല, എന്റെ മാർഗത്തിൽ ഒരു അമുക്കിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏതൊരു പോത്തിനോട് ചോദിക്കും, പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? മഹാബികളെ, നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങളാണ് ലജ്ജാലുകളിൽ. രാവിലെ ഒരു പോത്തിനോട് ചോദിച്ചിട്ട് പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? എന്നിട്ട് പോത്തെന്താ വേണ്ടതെന്ന് പറയും. ഹംസയുടെ പ്രസംഗം നിങ്ങൾ എണ്ണിക്കണം. നിങ്ങൾ വിവരമില്ലാത്ത ജാഹിലീങ്ങളാ, പടു ജാഹിലീങ്ങൾ. ഏതെങ്കിലും ഒരു കോടി തന്നെ പണ്ടാക്കി ജാഹിലാണ് നീ. ഈ ബഹൻ 49 റഹ്മാനായ റബ്ബേ, ഈ ബഹർ എന്താ പറയണ്ടതെന്ന് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നതാണ്, ജാഹിലീങ്ങൾ ഇതാപോലി ജാഹിലീങ്ങളെ പിന്നെ ഈ പറയാമെന്നാലുള്ള തകരാറ് ഇതാണ്. അതെന്താ ജാഹിൽ, പടു ജാഹിലെ ആടുന്നവരോടൊക്കെയാണ് ഈ പറയാൻ പറഞ്ഞത്. ജാഹിലീങ്ങളെ, പടു ജാഹിലീങ്ങളെ, ബൊമ്മകളെ, നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പഹരെ മനസ്സിന് കാമുകി പോകാനിട്ടാണ്. പള്ളിയിലില്ലേ, പള്ളിയിൽ പോയാണ്ട് പെണ്ണുങ്ങളെ കമ്മഞ്ഞടിക്കലല്ലേ പണി? അതല്ലേ ഞങ്ങളെ പരിപാടി. ഭാവിയൊക്കെ 3 നിൽക്കാനാണ്. ഒന്നിങ്ങനെ രണ്ടെണ്ണം പെണ്ണുങ്ങൾ മരിച്ചു നോക്കിയതും കൂടി 3 നേർമ്പാടെന്ന് പറഞ്ഞു പഹരെ. ജാഹിലെ അങ്ങനെ എല്ലാ അർത്ഥം വെക്കേണ്ടത്. അപ്പൊ ഈ നിലക്ക് തോന്നിവാസം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. തോന്നിവാസം പറയുന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പച്ച തോന്നിവാസം പറയാ, നിങ്ങളുടെ സ്വഭാവമാണത്. നായിക്കാട്ട് 2 നായിക്കാട്ടും 2 നായിക്കാട്ടും ആകാത്തായിക്കാട്ടുണ്ടോ? അതില് ഇല്ല. ഒരു നായിക്കാട്ട് എത്ര വരി? 2 വരി. ഇതേ ഞങ്ങൾ പരിഗണിക്കുന്നത്. നായിക്കാട്ടത്തിന് കൈകാലം കൊടുത്ത തലക്കൂടെ അല്പം സുഖം തെങ്ങിട്ട് പറയും. ഇബിലീസ് പെണ്ണാണെന്നുണ്ടെങ്കിൽ പറ്റിയ പുതിയാപ്പളയാണ്. അന്റെ മോന്തൊക്കെ കരിവാലടിച്ചിട്ട് ഇവിടെ മരത്തമ്മ കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ. അന്റെ മോന്തൊക്കെ കരിവാല് തേച്ചിട്ട് ഞങ്ങൾ ഇവിടെ തൂക്കും. ഹംസക്കോയ ബാഖവി മുന്നിയൂർ എന്ന് പറയുന്ന കാന്തപുരം സമസ്തയുടെ വലിയ എഴുത്തുകാരനും പ്രാസംഗികനുമാണ്. വഹാബിസം ഒരു സമഗ്ര പഠനം, സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ, സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്നൊക്കെ പറഞ്ഞ് ബുക്ക് എഴുതിയ ആളാണ്. കേട്ടില്ല നിങ്ങള് എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ വരെ ആളുകളാ. ഇങ്ങനെ ഞങ്ങളങ്ങ് ക്ലിപ്പിടാൻ തുടങ്ങിയണ്ടല്ലോ. ഞാൻ എന്നെ കുറിച്ച് പാക പറഞ്ഞത് ആ പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതപ്പോ വലിയ ചീത്തയായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞത്. ഇതൊക്കെ നല്ല സുഖങ്ങളല്ലേ ഭർത്താവ്. എന്നിട്ട് ഇവനാ എന്നെ കുറ്റം പറഞ്ഞ ചെകുത്താൻ വേദം ഓതുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അതന്നെ അവിടെ സംഭവിക്കണത്. ഇനിയും പേരോട് പറഞ്ഞത് വേറെ കുറെ ക്ലിപ്പുകളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പൊ മടവൂരികൾ ജിന്നും കൊണ്ട് ചാടിയപ്പോ പേരോട് അതിന്റെ പിന്നാലെ കൂടി. ഞങ്ങൾ മടവൂരികളെ ജിന്ന് വിഷയം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന എന്തുകൊണ്ടാ? ഇവർ ഹദീസ് നിഷേധികളാണ് എന്ന് ബോധ്യപ്പെടുത്താനാ. പക്ഷെ പേരോടും കൂട്ടരും അതിന്റെ മറവിൽ അവരെ തമ്മാടിത്തങ്ങളെ ന്യായീകരിക്കാനാണ് ജിന്ന് വിഷയം ഉപയോഗിക്കുന്നത്. ക്രൈമിലും മറ്റൊക്കെ ഓരോ കഥകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, എന്താ ഉസ്താദ് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ കേൾക്കണല്ലോ, അതൊക്കെ ജിന്നാണോ? ഇയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങള്. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. അപ്പോ പണ്ഡിതന്മാരും വരും, മുത്തഅല്ലിമീങ്ങൾ ചോറിയിക്കാൻ വരുന്നോല് ഓലും വരും. ഒക്കെ ജിന്നാണെന്ന് വിചാരിച്ച ക്രൈമിലൊക്കെ പല കഥകളും കാണും. അതൊക്കെ ജിന്നാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇവരിപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജിന്ന് ഉപയോഗിക്കുന്ന ആരാറിയോ? ജിന്നാണ് ഇപ്പൊ AP EK ആനക്കാർ മാത്രം അത് ഉപയോഗിക്കില്ല. അവർക്ക് കുറച്ച് അതിന്റെ അപകടം മനസ്സിലായതുകൊണ്ട് അവരത് ഉപയോഗിക്കില്ല. AP EK ടൈഗർ, ഇത് 3 വിഭാഗം ഇപ്പൊ ജിന്നിന്റെ പിന്നാലെയാണ്. കാരണം എന്തിനാ? ഇവരെ തമ്മാടിത്തങ്ങൾക്കൊക്കെ മറയുണ്ടാക്കാനാണ് ഇപ്പൊ ഇവര് ജിന്നിനെ ഉപയോഗിക്കുന്നത്. തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും, മൂപ്പരും തൈക്കണ്ടി ഉസ്താദും പോലെ അതിന്റെ ആളുകള്. അത് ന്യായീകരിക്കാൻ മൂപ്പർക്ക് ഒരു വിഷയവും കിട്ടാൻ നിൽക്കുമ്പോഴാണ് മടപൂരി എഴുതേറ്റ് ചാടിയത്. അതെന്നെ മൂപ്പര് പറയാണ്, ജിന്നുകളായിട്ട് എനിക്ക് ഭയങ്കര ബന്ധാണ്. ജിന്നുകളിന്റെ സദസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ബയലിലേക്കാൻ ഞങ്ങൾ എപ്പോഴും വരലുണ്ട്. അതൊന്ന് കേട്ടോളി. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരിൽ തന്നെ ജിന്നുകളുണ്ട്. നിങ്ങളെ വാദിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കലും ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന്.
വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ